ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. Good. Thank you very much. 2-3 പോയിന്റ്സ് ഉണ്ട്. നമ്പർ 1, ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഓക്കെ ആണോ അത്? ഓക്കെയാണ്. ഓക്കെ. നിങ്ങൾ ഇതിന് മുമ്പ് വിളിച്ചിരുന്നോ? നേരത്തെ ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണോ ഇപ്പം ചോദിക്കുന്നത്? അല്ല, വ്യത്യസ്ത. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ കുറിച്ചാണോ അല്ലെങ്കിൽ വേറെ ആരെ കുറിച്ചാണോ? എനിക്ക് തന്നെ ക്ലാരിറ്റി കിട്ടാനാണ്. നിങ്ങളെ കുറിച്ചല്ലേ? നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഡെവലപ്മെന്റിന് വേണ്ട. ഗ്രേറ്റ്. നിങ്ങളെ പേര് പറയണ്ട, സ്ഥലം പറയണ്ട, നാട് ഒന്നും പറയണ്ട. ഓക്കെ. ഈ ഒരു 15 മിനിറ്റിൽ ഓക്കെ എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? ഒരു ലൈനിൽ പറയാം, ഒറ്റ ലൈനിൽ, സിംഗിൾ ലൈനിൽ. കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരാൻ. ഓക്കെ. കുറ്റബോധത്തിന് പുറത്തു വരാൻ. ഓക്കെ. അതിൻ്റെ ആവശ്യം 3 കാരണം. കുറ്റബോധം എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുറ്റം ചെയ്ത്, അത് എന്ത് കുറ്റമായിക്കോട്ടെ എനിക്കറിയില്ല. ഓക്കെ. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കുറ്റം ചെയ്തെന്നുള്ള തോന്നലുണ്ട്. അത് വേറെ ആർക്കെങ്കിലും അറിയോ? വേറെ ആർക്കും അറിയൊന്നുമില്ല. ഓക്കെ. അത് മതി. പിന്നെ ഈ ഒരു കുറ്റബോധത്തിന് പുറത്തു വരാനുള്ള 3 കാരണങ്ങൾ എന്താണ്? എനിക്കത് എപ്പോഴും അത് ഓർമ്മ വരുന്നു. ഓക്കെ. രണ്ടാമത്തത്, എത്ര ഞാന് നല്ല ഒരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഓർമ്മ കൊണ്ട് എനിക്ക് അതൊന്ന് പുറത്തേക്ക് വരണ പ്രേരിപ്പിക്കുന്നു. മൂന്നാമത്തത്, സമാധാനമില്ല. ഇത് 3ഉം കിട്ടാൻ, ഓക്കെ, ഞാൻ മജീഷ്യനൊന്നുമല്ല കേട്ടോ, ഞാനൊരു മതപണ്ഡിതനൊന്നുമല്ല, നിങ്ങൾക്കറിയാം, സാധാരണ ഒരു കോച്ച് തന്നെയാണ്. ഇത് 3 നമ്മൾ ഈ സംസാരത്തിൽ കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറുമോ? തീർച്ചയായിട്ടും. ഈ കുറ്റബോധം വരാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായോ, അല്ലെ ഇപ്പം അടുത്താണോ? 2 years back. 2 years back. ഓക്കെ. അതെന്താന്നുള്ള ഇപ്പോൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോ. ഞാൻ ഒരു ബ്ലോക്ക് വരാൻ മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. ഓക്കെ. വേറെ ഒന്നുമില്ല. ഇങ്ങനെ കുറ്റബോധത്തിൽ കൂടെ പോണ വേറെ ആരെങ്കിലും അറിയോ നിങ്ങൾക്ക്? അങ്ങനെ ആരും ഷെയർ ചെയ്തായിട്ടൊന്നും അറിയില്ല. ഓക്കെ. നിങ്ങൾ ജോബ് എന്താന്ന് പറയാമോ? എവിടെയൊന്നും പറയണ്ട, എന്താ ജോബ്, ഏത് ഏരിയയിലാണ് നിങ്ങൾ ജോബ് ചെയ്യുന്നത്? ഹോം മേക്കറാണ്. നിങ്ങൾ ഈ ചെയ്ത ആ ഒരു കുറ്റബോധം, ഓക്കെ, അഗെയിൻ ഞാൻ പറയട്ടെ, ഞാനൊരു ഒരു ഇത് ജഡ്ജ്മെൻ്റ് അല്ല, എനിക്ക് ഒരു ഐഡിയ അറിയില്ല എന്ത് കുറ്റമാണ് നിങ്ങൾ ചെയ്തത്. പക്ഷേ ഈ കുറ്റബോധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, അത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? 3 റിസൾട്ട് പറയാം. വേറെ ആരെങ്കിലും, അതായത് ഇത് അറിയാൻ പാടില്ലാത്ത ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 റിസൾട്ട് എന്തായിരിക്കും? ആക്ച്വലി ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് എനിക്ക് കുറ്റബോധം. ഓക്കെ.
ഓക്കെ, ഇത് ഒരു ആൻസർ ചെയ്യാം. എന്തായിരിക്കും 3 കാര്യം? എന്താ ഇത് നടക്കുക? ഇത് ശരിക്കും അറിയുന്ന ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉം, അറിഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അറിഞ്ഞില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല. ശരിയാണ്. അത് ശരിയാണ്. അവര് ഓൾറെഡി അത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് തിരുത്താൻ പോയാലും അവരത് വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പൊ ഇത് തെറ്റിദ്ധാരണയാണ് അല്ലേ? തെറ്റിദ്ധാരണയാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുറച്ച് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ആ തെറ്റിദ്ധാരണയിൽ കൂടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടല്ലേ? നഷ്ടപ്പെട്ടു. ഈ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ നിങ്ങളുടെ അല്ലെല്ലാം വേറെ ആളല്ലേ? വേറെ ആൾക്ക് വരുന്ന ധാരണയാണ് നിങ്ങൾ തെറ്റിയെന്നുള്ള ധാരണ അല്ലേ? ആ ശരിയല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു മൊബൈൽ കളവ് പോയി എന്ന് വിചാരിക്കാം. ആ ദിവസം ഞാൻ ആ വീട്ടിൽ വന്ന് പോയ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എല്ലാവരും തെറ്റിദ്ധരിച്ച് ഞാൻ എടുത്തേക്കുന്നുള്ളത്. ഞാൻ എടുത്താൽ തെറ്റിദ്ധരിച്ച് ഞാൻ എത്ര പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം. അവർ പറഞ്ഞിട്ടും മനസ്സിലായില്ല. ആ ഒരു ഘട്ടമാണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ മനസ്സിലായില്ലേ? അപ്പം ഞാൻ എത്ര ചെയ്തിട്ടും ആ മൊബൈൽ കിട്ടാനില്ല, എവിടെയും കിട്ടാനില്ല, എവിടെ പോയി എന്നുള്ള അറിയില്ല. അവരെ മാറ്റാൻ പറ്റും എനിക്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആ ധാരണ അവർക്ക് വന്ന് അത് ഫേം ആയിക്കണം. ഇത് ഈ ഒരു ആള് അന്ന് വീട്ടിൽ വേറെ ആരും വന്നിട്ടില്ല, ഈ വ്യക്തി മാത്രം അവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ നിന്ന് പോയ വ്യക്തിയാണ്. അപ്പോൾ ഇയാളാണ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിയല്ലേ? എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. ചിലപ്പോൾ എൻ്റെ നല്ലൊരു ബന്ധമായിരിക്കും അതോടുകൂടി മുറിയണത് അല്ലേ? നല്ലൊരു ബന്ധം മുറിഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ സംഭവം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാരിറ്റി കിട്ടുന്നത് വരെ, അതായത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം അവരിൽ വരുത്തിക്കണ വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു ഘട്ടമുണ്ട്, നമ്മൾ തെളിയിച്ചാലും അവർ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ല. വരില്ല, ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ പരിശ്രമിച്ചെന്ന് വിചാരിക്കുക, അത് നമ്മൾ തെളിയിക്കാൻ വേണ്ടി പരിശ്രമിച്ചെന്ന് വിചാരിക്കുക, അത് തെളിയിക്കാൻ പാടില്ല. ഇപ്പം ചോദ്യം ഇവിടെ, ഓക്കെ, നിങ്ങൾ ആരാണെന്നുള്ള എനിക്കറിയില്ല, പറയും വേണ്ട, ഇതുവരെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധമുണ്ട്, എനിക്കും പൂർണ്ണ ബോധമുണ്ട്. ഞാനെല്ലാം മൊബൈൽ എടുത്തെന്നുള്ള പൂർണ്ണ ബോധം എനിക്കുണ്ട്. പക്ഷേ ഇവിടെയുള്ള വ്യക്തികൾ കംപ്ലീറ്റ് വിശ്വസിക്കുന്നത് നിങ്ങളൊരു തെറ്റ് ചെയ്തിരിക്കണം, അതേപോലെ ഞാനാണ് മൊബൈൽ എടുത്തെന്നുള്ളത്. ഇവരെ മനസ്സ് മാറ്റാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് പറ്റുന്നില്ല. എൻ്റെ അടുത്ത് ഒരു തരത്തിലുള്ള മാർഗവും ഇല്ല ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ എല്ലാം എടുത്തിട്ടില്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മാർഗ്ഗമില്ല. നിങ്ങൾക്കും അതേപോലെ മാർഗ്ഗമില്ല. ഓക്കെ എന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ഘട്ടത്തെടുക്കാം. എനിക്കൊരു മാർഗം കിട്ടി, അതായത് ഞാൻ എടുത്തിട്ടില്ല, അത് മൊബൈൽ അവിടെ കിട്ടി. അവരെ മകൻ്റെ കുട്ടികൾ കളിക്കുമ്പോൾ അത് എവിടെയോ കണ്ടുപിടിച്ചു. പക്ഷെ അത് അവർ അംഗീകരിക്കാൻ പോണില്ല. കിട്ടി, മൊബൈൽ കിട്ടിയെന്ന് വിചാരിക്കുക, അവർ അംഗീകരിക്കാൻ പോണില്ല. കാരണം ഇവർ മനസ്സിലാദ്യം തന്നെ ഞാനാണ് അത് മോഷ്ടിച്ച ആളെന്നുള്ളത് മനസ്സിലായിരുന്നു. ഇവർക്ക് കുറ്റബോധം തോന്നുന്നു വരെ. എത്ര പേർക്ക് മനസ്സിലായി? ആയിന്ന് ടൈപ്പ് ഇവർക്ക് കുറ്റബോധം തോന്നുന്ന വരെ ഇവർ അംഗീകരിക്കില്ല. കിട്ടിയാലും അംഗീകരിക്കില്ല. അത് വീട്ടിലായാലും വേണ്ടില്ല, നമ്മളെ ഇൻലോസ് ആയാലും വേണ്ടില്ല, നമ്മളെ സ്റ്റുഡൻസ് ആയാലും വേണ്ടില്ല, നമ്മളെ ബോസ് ആയാലും വേണ്ടില്ല. അവർക്ക് എന്നാണ് കുറ്റബോധം തോന്നുന്നത് അന്ന്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2001 ഞാൻ ഒരുപാട് ആൾക്കാർക്ക് UK ബേസ് ചെയ്ത് ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു. തിരൂർ വെച്ചിട്ട് കൊടുത്ത്, ബ്രിട്ടീഷ് എയർവേസിൻ്റെ ട്രെയിനിങ് കൊടുത്ത്. എല്ലാവരും നന്നായിക്കോട്ടെ, അന്നേ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും നന്നായിക്കോട്ടെ, എല്ലാവരും നന്നാക്കാൻ പോയതാണ് ഞാൻ. അന്ന് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഫീസ് ഉണ്ടായിരുന്നില്ല. അവർക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ പോലും. ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തോളാം. അന്ന് ഞാൻ UK വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു. ഞാൻ എല്ലാവരുടെയും ഫീസ് ബ്രിട്ടീഷ് പൗണ്ടിൽ ഞാനാണ് അടിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടികളൊക്കെ പാസ്സായി, സർട്ടിഫിക്കറ്റൊക്കെ വന്ന് അവരെല്ലാവരും എനിക്ക് ചെക്കൊക്കെ തന്നു, എല്ലാ ചെക്ക്. പിന്നെ ഞാൻ നോക്കി, എനിക്ക് തന്ന എല്ലാ ചെക്കും വണ്ടി ചെക്ക് എന്നൊക്കെ പറയില്ലേ, അതായത് പൈസ ഉണ്ടായിരുന്നില്ല ബാങ്കിൽ. എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. കാരണം നമ്മളൊരു കുട്ടികളെ പഠിപ്പിച്ചിട്ട്, കുട്ടികളെന്ന് വെച്ചാൽ മുതിർന്നവരാട്ടോ, ബ്രിട്ടീഷ് എയർവേസിന് ട്രെയിനിങ് ചെയ്യണം. എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു അത്. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അവർക്ക് ആർക്കും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു കുറ്റബോധമില്ല. അതായത് ഞാൻ പഠിപ്പിച്ചു, അവരെ വലുതാക്കി, അവർക്ക് ബ്രിട്ടീഷ് എയർവേസിന് എക്സാം കൊടുത്ത്, എക്സാം പാസ്സാക്കി, ലണ്ടനിൽ സർട്ടിഫിക്കറ്റ് വന്നു. അന്നൊന്നും ആർക്കും ഒരു കാലത്ത് ഇല്ലാത്ത സമയത്താണ് ഞാനിത് ചെയ്യണത്.
ഈ ചെക്ക് എല്ലാം ഞാൻ എൻ്റെ ഒപ്പം ദോഹയിലേക്ക് കൊണ്ടുപോയി, ഖത്തറിലേക്ക് പോയി. ഞാൻ ഈ നാടിനെ വിട്ടുപോയി. ഈ നാടിനോട് മടുപ്പ് വന്ന്. അതാണ് ഞാൻ തീരെ പിന്നെ ഫേസ് കാണിച്ചിട്ടേ ഇല്ല. ഈ കേരളത്തിലോ ഈ തിരൂരോ ഞാൻ കാണിച്ചു. ഞാൻ ഒരു നാട് വിട്ടുപോയി. ഞാൻ ഖത്തറിൽ പോയി. ഖത്തർ എയർവേസിൻ്റെ ട്രെയിനർ ഇൻസ്ട്രക്ടറൊക്കെ ആയി മാറി. പക്ഷേ ഒരു കാര്യം ചെയ്തു, ഞാൻ ആ ചെക്ക് ബുക്ക് അവർ തന്ന ചെക്ക് ഉണ്ടല്ലോ, ഏകദേശം ഒരു 10 വർഷത്തോളം എൻ്റെ അടുത്ത് വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അവർ ഇത് ചെയ്തു, ഫോർഗീവ് ചെയ്തു. പക്ഷെ ഫോർഗെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഇനി ജീവിതത്തിൽ ഇങ്ങനത്തെ ആൾക്കാർ വരും, അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇമോഷനിൽ പോയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അതൊരു വലിയൊരു പാടയെന്ന്. ഈ കുട്ടികൾ ഇന്ന് പൈസ തരാതായത് ഒരു പാടയെന്ന്. ഏകദേശം ഒരു 10-12 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഒരു ഫോൺ കോൾ. ആ പറഞ്ഞ വ്യക്തി എന്താ പറയുക പറഞ്ഞു, ഞാൻ സെൻസേ നിങ്ങളിന്ന് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഒരു ഹൈ ലെവൽ പൊസിഷനിലാണ് ഉള്ളത്. ഞാനിപ്പോൾ എവിടെ പപ്പുവ ന്യൂഗിനിയിൽ എവിടെയാണ് അതിൻ്റെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യണത്. എനിക്കിന്ന് കുറ്റബോധം തോന്നുന്നുണ്ട്, ഞാൻ അന്ന് ഫീസ് തന്നിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാവേണ്ടത്, അത് കുറ്റബോധം തോന്നിയാൽ മാത്രമേ മാറുള്ള ആൾക്ക്. എത്ര പേർക്ക് മനസ്സിലാവും? ക്രിസ്റ്റൽ ക്ലിയർ എന്ന ടൈപ്പാണ്. ഇതിൽ ഏകദേശം 10 ആൾക്കാരാണെന്ന് തോന്നുന്നു ഫീസ് തരാത്ത. അതിൽ ഒരാളെ ഈ പറഞ്ഞത് കേട്ടോ, എനിക്ക് സമാധാനമില്ല, കാരണം എനിക്ക് ഒന്നും തോന്നലുണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ എത്താനുള്ള കാരണം സെൻസെയ്യാണ്, സെൻസേൻ്റെ ഫീസ് ഞാൻ തന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മറന്നുപോയി, മറന്നുപോയി, നീ തരേ വേണ്ട, അതൊക്കെ ഞാൻ മറന്നു, ഞാനതൊക്കെ ചെക്കൊക്കെ ചീന്തി കളഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല. അപ്പം പറഞ്ഞില്ല, എനിക്കൊരു മനസ്സമാധാനമില്ല, എനിക്ക് തന്നേ മതിയോ. ആ സമയത്ത് എനിക്ക് ആ ഫീസ് തന്നാലും ആ വാല്യൂ മാറിപ്പോയിക്കണം. ഒരുപാട് വ്യത്യാസമുണ്ട്. 2001 ഇപ്പോഴത്തെ 10-12 വർഷത്തെ ശേഷമുള്ള ആ വാല്യൂ ഒക്കെ മാറി. ഞാൻ വേണ്ട. പക്ഷെ ആ കുട്ടി എൻ്റെ വീട് കണ്ടുപിടിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മമ്മിൻ്റെ അടുത്ത് ആ പൈസ കൊടുത്ത്. എത്ര പേർക്ക് മനസ്സിലായി? കുറ്റബോധം തോന്നുന്ന വരെ നമ്മളത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങളുടെ ടോപ്പിക്കിൽ വരാം. നിങ്ങൾക്ക് കുറ്റബോധം തോന്നാൻ കാരണം മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചെന്നുള്ള ആ തെറ്റിദ്ധാരണ അവർ അംഗീകരിച്ചാൽ മാത്രമേ അവർ സോറി എന്നൊക്കെ പറയുള്ളൂ. അവർക്ക് കുറ്റബോധം അവർക്ക് കുറ്റബോധം തോന്നുന്നവരെ. പക്ഷെ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ അവർക്കൊരു നഷ്ടമില്ല. അവർക്കൊരു നഷ്ടമില്ല. അവരിതിനെ പറ്റി ചിന്തിക്കണേ ഇല്ല. ആരാ കൂടുതൽ ചിന്തിക്കണത്? ഞാനാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ആർക്കാണ് മാനസികമായിട്ട് ഉറക്കം വരാത്തത്? എനിക്കാണ്. ആർക്കാണ് ശാരീരികമായിട്ടുള്ള ഇത് വരുന്നത്, പെയിൻ വരുന്നത്? എനിക്കാണ്. അപ്പൊ നിങ്ങൾ മാറിയേ മതിയാവും. നിങ്ങൾക്ക് അറിയാം, ഒന്ന് ശരിക്കും മനസ്സിലാക്കാം, അവര് മാറാൻ പോണില്ല. അവര് മാറാൻ പോണില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമല്ലേ നിങ്ങൾക്ക്? വിശ്വാസമുണ്ട്. ഞാനൊരു 1 ഇയർ ഒക്കെ അവരെ ബ്ലോക്ക് ചെയ്ത് ഞാൻ അതിൽ നിന്ന് മെന്റലി പ്രിപ്പയർ ആവാൻ വേണ്ടി കുറച്ച് മാറി നിന്ന്. പിന്നെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എപ്പോഴും ഇവരെ ചിന്ത വരികയാണ്. അതായത് ആ ഒരു ഗ്യാങ് എന്നെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ വീണ്ടും അവരിലോട്ട് പോയി. ഞാൻ അവരോട് ഞാൻ ചെയ്യാത്ത തെറ്റിലാണെങ്കിൽ പോലും ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതാണ്. എന്നിട്ടും ഞാൻ ക്ഷമ ചോദിച്ച് എല്ലാവരെയും ഞാൻ വീണ്ടും അവരിലേക്ക് പോയി. നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങൾ തന്നെ ക്ഷമ ചോദിച്ചു? അല്ല, അങ്ങനെയെങ്കിലും അവർ എന്റെ അടുത്തേക്ക് നിങ്ങൾ ക്ഷമ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിക്കല്ലേ ചെയ്യണത്? നിങ്ങൾ തെറ്റ് ചെയ്യാത്ത ഒരാള്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആ മൊബൈൽ എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു സോറി ഇട്ടോ എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ? അവരെന്താ വിശ്വസിക്കാൻ? ഞാൻ എടുത്തുന്നല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ അവിടെ അല്ല, നിങ്ങൾക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുക? അങ്ങനെ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള തോന്നല് അവർക്കുണ്ടാവുന്നുള്ള തോന്നൽ ശരിയാണോ? അങ്ങനെ അങ്ങനെയൊന്നും അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് അങ്ങനെ വിശ്വസിക്കും എന്നുള്ളതിലല്ല. എനിക്ക് അവരെ വേണമായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് വീണ്ടും അപ്പോൾ നിങ്ങൾ ശരിക്കും അവരെ ഡിപ്പെൻഡന്റ് ആണോ? അവരില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, നിങ്ങൾ ആരാന്ന് പറയണ്ട, അവരില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് 3 കാര്യം പറയാം. ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ ഒപ്പം നിങ്ങൾ എന്തിനാണ് ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഒന്നാമത് നിങ്ങൾ അംഗീകരിക്കണില്ല. നമ്പർ 2, അവരില്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം അല്ലേ? അപ്പോൾ എന്തിനാണ് വീണ്ടും അവരടുത്ത് പോകുന്നതും? വൈ ഇസ് ദാറ്റ്? എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് നിങ്ങൾ ഇഷ്ടമല്ലല്ലോ. അതിൽ കുറച്ച് മെമ്പേഴ്സിന് എന്നെ ഇഷ്ടമാണ്. പക്ഷെ വേറെ ഉള്ളവരുടെ ഒരു
വേറുള്ളവരെ അവര് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം ഉം. കുറച്ച് പേര് അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ അവരെ മേലെ ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളത്? ഞാൻ അവരുടെ മേൽ ഒരിക്കലും ഡിപ്പെൻഡഡ് അല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ ഞാൻ ചോദിക്കാം, എനിക്ക് അറിയില്ല കേട്ടോ, അറിയാഞ്ഞ ഞാൻ ചോദിക്കാം. അങ്ങനത്തെ കേസിലാണ് നിങ്ങൾ അവിടെ പോയിട്ട് അവരെ വീണ്ടും അവരുടെ അടുത്തേക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അവര് തന്ന കുറെ മെമ്മറീസ് അതെനിക്ക് നല്ല നല്ല മെമ്മറീസ് ആണ്, നല്ല മെമ്മറീസ് ഉണ്ട്, ബാഡ് നല്ല മെമ്മറീസ്. മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ആ, ഇപ്പോ ആ മെമ്മറീസുകളും കൂടി കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രശ്നം തോന്നുന്നത്. അവരൊന്നിച്ച് കാണുമ്പോ ഉം. അല്ലെങ്കിൽ ആ മെമ്മറീസ് എനിക്ക് വീണ്ടും കാണേണ്ടി വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ ചെയ്യാണ്. ഉം. അപ്പൊ എന്റെ എല്ലാ ശ്രദ്ധയും എല്ലാ സന്തോഷവും ഒരു നിമിഷത്തേക്ക് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ, ഇത് എനിക്ക് മനസ്സിലായത് ഇത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്നുള്ളത് മനസ്സിലായി അല്ലേ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇവിടെ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ നിങ്ങൾ ഒറ്റക്കുണ്ട്, മനസ്സിലായി? നിങ്ങൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാനും പ്രശ്നമില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നമില്ല. ഇവരെ ഒപ്പം മുമ്പോട്ട് പോണതാണോ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് പോണതാ ഏറ്റവും നല്ലത്? ഫ്രീഡത്തോടുകൂടി പോണതാണ് ഏറ്റവും നല്ലത്? ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്, ഇവിടെ നിങ്ങൾ പറയുമ്പോൾ ഇത് ഡിപ്പെൻഡന്റ് ആണ്. ഏറ്റവും നല്ലത് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ്. ഓക്കെ, പക്ഷേ പാടില്ല അവിടെ. നോ, പക്ഷേ ഏതാ നല്ലതെന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത്? എനിക്ക് ചിലപ്പോൾ അവരൊപ്പം പോകാനായിരിക്കും ചിലപ്പോൾ ഇഷ്ടമുണ്ട്, എനിക്കറിയില്ല. കാരണം ഞാൻ നിങ്ങളല്ല, നിങ്ങൾ ഞാനല്ല. നിങ്ങൾക്കുള്ള ആ ലൈറ്റാണ് പാത്വേ ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകണതാണോ നല്ലത്? എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ് ഇപ്പോൾ നല്ലത്. ഓക്കെ, നെക്സ്റ്റ്. ഇവർ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരിക? മൂന്ന് നഷ്ടങ്ങൾ. നിങ്ങൾ ഒറ്റക്കാണ് പോകുന്നത്, ഇവരുണ്ട്, ഇവർ വേറെന്തോ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ എന്താണ് മൂന്ന് നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരും? സാമ്പത്തികമായിട്ട് വല്ല നഷ്ടം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് വല്ല നഷ്ടം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു നഷ്ടമില്ല. നഷ്ടമില്ലല്ലോ. പിന്നെ എന്തിനാ ഇവരെ പറ്റി ചിന്തിക്കേണ്ട വല്ല ആവശ്യം? ആ മെമ്മറീസ്, എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. സ്കൂളിലെയും കോളേജിലും എത്രയോ നല്ലൊരു ആളായിരുന്നു ഞാൻ, നല്ല മുടിയുള്ള എന്തോ ഒരു ഭംഗിയുള്ള വ്യക്തിയാണ്. ആ മെമ്മറീസിനായിട്ടൊക്കെ ഞാൻ നടക്കുമോ? എൻ്റെ ഒരു മുടിയും ഗ്രോ ചെയ്യാൻ പോകണില്ല. എൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിക്കുക അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അത് വലിയ കാര്യം, അവരവരെ ഭർത്താക്കന്മാരെ നിനക്ക് തല്ലുള്ളൂ. ഇന്ന് മെമ്മറീസൊക്കെ ഭയങ്കര മെമ്മറീസ് ചെയ്യുന്ന അവരൊപ്പം പാട്ട് പാടലും അതൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ബൈക്ക് മേലെ പോയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഒന്നും ചെയ്തില്ല, ഞാൻ പറയാം. അതൊക്കെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ജീവിതം, എൻ്റെ ജീവിതം ഞാൻ തന്നെ ഇപ്പം സാധാരണ ലാംഗ്വേജിൽ പറഞ്ഞാൽ കുളം തോണ്ടുന്ന് പറഞ്ഞ പോലെ സ്ഥിതിയാവും. ശരിയല്ലേ? ശരിയാണ്. ജീവിതത്തിൻ്റെ ഒപ്പം നമ്മൾ മാറണ്ടേ? നിങ്ങൾ പറയും, എനിക്കറിയില്ല, മാറണ്ടേ? നമ്മൾ സത്യാവസ്ഥയെ അംഗീകരിക്കണ്ടേ? സത്യാവസ്ഥ അംഗീകരിക്കണ്ടേ? ഞാൻ ഈ വൈറ്റ് താടിയും വെച്ച് നടക്കണ്ടേ? എനിക്കിത് ബ്ലാക്ക് അടിച്ചിട്ട് കള്ളത്തരത്തിൽ നടന്നൂടെ? ഞാൻ ചോദിക്കാം നിങ്ങളോട്, ചെയ്തൂടെ? ഞാൻ എൻ്റെ സത്യാവസ്ഥ പുറത്ത് കാണിക്കാം. സത്യാവസ്ഥ കാണിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. ഞാനാണ്. ഞാൻ എന്നെ മാറ്റണില്ല. എനിക്ക് വേണം തലമുല വിഗും വെച്ചിട്ട് നടക്കാം. ചെയ്തൂടെ? പക്ഷെ അതിൽ എനിക്ക് സമാധാനം കിട്ടില്ല. കാറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിഗ പറന്നു പോകും. അതും ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഇന്ന് എനിക്ക് സമാധാനമുണ്ട്. ഞാൻ കുറെ നടന്നിരുന്നു കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ നടന്നിരുന്നു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, കാറ്റടിച്ചാൽ ചിലപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ കാറ്റടിച്ച് ഇത് പറന്നു പോകുന്നൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്ന് അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ഞാൻ ഒരു കുഴപ്പമില്ല. ഞാനായി മാറി. നിങ്ങളായി ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പറയാനും പാടില്ല. കാണുമ്പോ സങ്കടങ്ങൾ കാണണ്ട. നിങ്ങൾ എന്തിനാ അത് കാണാൻ പോകുന്നത്? അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളോട് ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് വരില്ലേ? വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ അവർക്കൊരു പണി ഉണ്ടാക്കണം? എന്തിനാ നിങ്ങൾ? ഞാൻ ചോദിക്കാം, എന്തിനാ അവർക്കൊരു പണി ഉണ്ടാക്കണം? നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോയിട്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തൂടെ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തൂടെ? എന്നിട്ട് ഒരു ദിവസം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. അവര് ക്ഷമ ചോദിച്ച് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് സന്തോഷം വ്യത്യാസം ഉണ്ടോ? ഉറപ്പല്ലേ? അതിനെ പറ്റി ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? എന്തിനാ ഓവർ തിങ്കിങ് വരുന്നത്? അവരെന്ത് വിചാരിക്കും? അവർ വിചാരിക്കണില്ല.
ഉം, ഉം, നിങ്ങളെ വിചാരിക്കണ്ടുള്ളൂ. ഉം, ഇനി പറയാം 3 സ്റ്റെപ്പ് എന്താ നിങ്ങൾ എടുക്കാം. അവരെ മറന്നു കളയാം, ആ ഇൻസിഡൻറ്റ് മറന്നു കളയാം, എന്നിട്ട് നിങ്ങൾ ഉം, ഫോക്കസ് ചെയ്യാം. ഉം. കാരണം നിങ്ങൾ അവരെ പറ്റി ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾക്ക്. ശരിയല്ലേ? എനിക്കറിയില്ല, നിങ്ങൾ പറയാം. ഇല്ല, പറ്റുന്നില്ല. ഞാൻ അവരെ ഒരു 1 ഇയർ അവരെ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഞാൻ എന്റെ ഒരു പഠിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു ഘട്ടത്തില് വീണ്ടും അവരിലോട്ട് പോയപ്പോ ആ മെമ്മറീസ് കാരണം ഞാൻ അടുത്ത ഘട്ടം പഠിക്കുന്ന സമയത്താണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ഇവര് ഓർമ്മ വരുമ്പോ ഞാൻ അതിൽ നിന്ന് കുറെ സങ്കടപ്പെട്ട് പിന്നെ മിണ്ടാണ്ടിരിക്കും. അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആരാന്നറിയോ? അവരെ നമ്മൾ ബ്രേക്ക് എഴുതല്ല, എല്ലാവരും ബ്രേക്ക് ടൈപ്പ് ചെയ്യാം. BRAKE, ബ്രേക്കിലേക്ക്, കാറിലെ ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ച് എന്ന് പറയില്ല, അവരാണ് ബ്രേക്സ്. ചിലപ്പോൾ നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും നമ്മളെ ബ്രേക്സ്, അടുത്ത സുഹൃത്തുക്കൾ. ഓക്കെ, രണ്ടാമത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും നമ്മളെ ബ്രേക്ക്. ചിലപ്പോൾ യൂട്യൂബ് ആയിരിക്കും നമ്മളെ ബ്രേക്ക്, ചിലപ്പോൾ വാട്സപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ചാറ്റ് ആയിരിക്കാം നമ്മളെ ബ്രേക്ക്. ആ ബ്രേക്കിൻ്റെ അടുത്ത് ഒഴിവാക്കാം. ആ ബ്രേക്ക് എടുത്ത് ഒഴിവാക്കി മാത്രമേ മുമ്പോട്ട് പോകും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു, എൻ്റെ മൊബൈലിൽ യൂട്യൂബും ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, എൻ്റെ ഇതിൽ എന്താണ് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, സ്റ്റേജിൽ ഞാൻ പറഞ്ഞ കാര്യം. പക്ഷേ ഞാൻ അതൊന്നും കൂടുതൽ യൂസ് ചെയ്യാറില്ല. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ബ്രേക്ക് ആവും. അല്ലാത്തപ്പം എൻ്റെ അവിടെ ഉണ്ട്, സാധനം ഉണ്ട്, ബട്ട് ഐ എം നോട്ട് യൂസിങ് ഇറ്റ് ടു മച്ച്. അല്ലേ? നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ പോയി ബ്ലോക്ക് ചെയ്യുന്നത് നല്ലതാണോ? ബ്ലോക്ക് ചെയ്താലും അവരുടെ ഒന്നും കാണാനില്ല, ഓക്കെയാണ്. ഞാൻ ബ്ലോക്ക് ചെയ്താലും അവരറിയാനും പോകുന്നില്ല. അബ്സല്യൂട്ട്ലി. അപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ല അവരെ ബ്ലോക്ക് ചെയ്തിട്ട് അവരുടെ ചരിത്രത്തിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ ഒരുപാട് ആൾക്കാരെ ബ്ലോക്ക് ചെയ്യില്ല, ഒരുപാട് ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യും. ശല്യമായി മാറിക്കഴിഞ്ഞാൽ എത്ര പേര് അംഗീകരിക്കേണ്ടത്? ശല്യമായി കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. മനസ്സിലായില്ലേ? സ്നേഹം കൂടിയിട്ടാണ് അവർ സ്നേഹം കൂടിയിട്ടായിരിക്കും അവർ. പക്ഷെ അവർ സ്നേഹം കൂടുതലാകുമ്പോൾ അവർ നമ്മളെ ടൈമിനെ കുറിച്ച് അവർ ചിന്തിക്കണില്ല. മനസ്സിലായില്ലേ? എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ ഞാൻ ബ്ലോക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവർ നമ്മളെ ടൈമിന് റെസ്പെക്ട് ഇല്ല. ഇന്ന ആരും വിളിക്കാറില്ല, മനസ്സിലാക്കുക. ഇന്ന ഒരു വ്യക്തിയും വിളിക്കാറില്ല. ഇന്ന അറിയുന്ന ഏതൊരു വ്യക്തിയാണ് അവർ മെസ്സേജ് അയക്കുള്ളൂ. അവർ എന്നിട്ട് എന്നോട് സംബന്ധിച്ച് ചോദിക്കുക, ഞാൻ എത്ര മണിക്ക് വിളിക്കട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം, അല്ലാതെ വിളിക്കില്ല. എന്നെ വിളിക്കുന്ന ഒരാളുടെ ഫോൺ ഞാൻ എടുക്കാറില്ല. എന്നെ വിളിക്കണ ഫോൺ നമ്പർ, അതായത് സേവ് ചെയ്യാത്ത ഒരു നമ്പർ ഞാൻ എടുക്കാറില്ല. ചിലപ്പോൾ അത് എന്നെ അറിയുന്ന വ്യക്തികളായിരിക്കും. ഞാൻ പറയലുണ്ട്, എന്നെ വിളിക്കരുത്, ടെക്സ്റ്റ് മെസ്സേജ് ആദ്യം അയക്കുക, എന്നിട്ടേ ഞാൻ എടുക്കുള്ളൂ. ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്ത നമ്പർ, എന്നാലേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഇത് ചിലപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തും ആയിരിക്കാം, പക്ഷെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന് ശല്യം ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ട ഘട്ടം എത്തിക്കണം നിങ്ങൾക്ക്. നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് അവർ മാനസികമായിട്ട് നിങ്ങളെ പിടിച്ച് ബാക്കോട്ട് കൊണ്ടുണ്ടോന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നുണ്ട്, ബാക്കോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആ ബ്രേക്ക് എടുത്ത് ഒഴിവാക്കില്ല നല്ലത്. ബ്രേക്ക് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ മുമ്പോട്ട് പോയി. നിങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ എക്സാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, എന്താണെന്നൊന്നും പറയണ്ട എന്നോട്. അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ എന്നോട് പറയാം, ചെയ്യേണ്ട 1-2 സ്റ്റെപ്പ് പറയാം. ഇതിന് കൂടുതൽ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ. എന്താണ് 3 സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാം? ഒന്ന്, ആ മെമ്മറീസ് ഇപ്പോ ഫോണിലെ കാര്യങ്ങളുള്ളത് കാണാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ? കംപ്ലീറ്റ് ഡിലീറ്റ്. അത് നല്ല മെമ്മറീസ് ഉണ്ടാവും, പക്ഷെ ആ മെമ്മറീസും ഇതിനൊപ്പം പോട്ടെ. ആ മെമ്മറീസ് പിന്നീട് വീണ്ടും നിങ്ങൾ അതിലേക്ക് നയിക്കുക. അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും, ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. ഉറപ്പാണോ? ഉറപ്പാണ്. കമ്മിറ്റഡ് ആണോ? 100%? 100%. നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്കണ്ട കേട്ടോ. നാളെ പറയുന്നത് ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. നാളെ വന്ന് പറയരുത്, നിങ്ങൾ പറഞ്ഞ കാരണം ഞാൻ 100-150 ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതൊന്നും പറയരുത്. എന്നെ കുറ്റം പറയരുത്. കാരണം ഇവിടെ തെളിവാണ്. യൂട്യൂബുകാരൊക്കെ വന്നിട്ട് എന്നെ ശരിയാക്കും. ഇല്ല, എന്നോട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നമ്പർ 2 കോണ്ടാക്ട്സ് ഒഴിവാക്കുക. ബ്യൂട്ടിഫുൾ. നമ്പർ 3 പിന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അവരെ കാണുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ബ്ലോക്ക് ചെയ്യുക. ബ്യൂട്ടിഫുൾ. ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്തതിന് ശേഷം ഒരു 3 മാസത്തിന് ശേഷം നിങ്ങൾ വീണ്ടും എന്നെ വിളിക്കണം.
3 മാസം ടൈം 3 മാസം ശരിക്കും 30 ദിവസം മതി. ഒരു 3 മാസം ഞാൻ ടൈമുണ്ട്. ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി പറഞ്ഞു നിങ്ങൾ മാറിയിട്ടുണ്ടോ. മാറാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഒരു ഇതൊന്നുമല്ല, എന്താണ് മന്ത്രവാദി ഒന്നുമല്ല, എനിക്കൊരു മന്ത്രം ഒന്നും അറിയില്ല. നിങ്ങളെ തന്നെ മന്ത്രം കിടക്കുന്നത്. എത്ര പേര് അംഗീകരിക്കണം? നിങ്ങളുടെ അടുത്ത് മന്ത്രം ഉണ്ടെന്നുള്ള എത്ര പേര് അംഗീകരിക്കണം? സേ ആയി. നിങ്ങളുടെ അടുത്തുണ്ട് അത്, മൈൻഡ് സെറ്റ് അതൊക്കെ എത്ര പേര് അംഗീകരിക്കണം? സേ ആയി. ദാറ്റ്സ് ഇറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ചെയ്യാൻ പറ്റില്ല എന്നാ ചെയ്യുക ഇതൊക്കെ? ഈ ആക്ഷൻ എന്ന് എടുക്കും? ഇന്ന് സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യും. പിന്നെ ബട്ടെന്ന് പറയാൻ പാടില്ല, പക്ഷേ എന്നുള്ള പറയാൻ പാടില്ല. അതൊക്കെയാണോ നിങ്ങൾ? ഓക്കെയാണ്. ഉറപ്പല്ലേ? ഉറപ്പാണ്. ക്ലാരിറ്റി കിട്ടിയോ? ക്ലാരിറ്റി കിട്ടി. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. 0 to 10 എത്ര ഹാപ്പിയാണ് ഇപ്പോൾ? എത്ര ക്ലാരിറ്റി കിട്ടി? 10 out of 10. Thank you very much. Thanks a lot. I wish you all the best. All the best. Let's move on to the next caller, please.